രാവിലെ തന്നെ ഒരു വലിയ അടി പൊട്ടിയിരിക്കുകയാണ്. കിച്ചന്റെ പാൻട്രിയുടെ താക്കോല് നമ്മുടെ റോക്കി എങ്ങനെയോ കൈക്കലാക്കി. നിനക്ക് ഹണിമൂൺ കൂടാൻ വരാൻ ഇത് റിസോർട്ട് ഒന്നും അല്ല എന്ന് റോക്കി ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കിച്ചനെ വെച്ചിട്ട്. ഇതിനെ പിന്നീട് നമ്മുടെ സിജോ ഏറ്റുപിടിക്കുന്നുണ്ട്. അതിനെ കുറിച്ചും പറയാം. ജാസ്മിൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ ഒക്കെയാണ് പറയുന്നത്. അവിടുന്നാണ് ഈ ഒരു അടി തുടങ്ങുന്നത്. ഇന്ന് നേരത്തെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് സോങ് കിട്ടും. വാഷ്റൂം ഏരിയയിൽ വെച്ചാണ് ജാസ്മിൻ ഉറങ്ങിയത്. എന്നിട്ട് പട്ടി കുറച്ചു. ഇതിനുണ്ടല്ലോ നിസ്സാരമായിട്ട് പവർ റൂമിൽ കൂടിയൊക്കെ കയറി നടക്കുന്നുണ്ട് നമ്മുടെ റോക്കി ബായ്. പക്ഷെ ഇതിനകത്തെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയതിന് ജാസ്മിൻ 2 ദിവസത്തെ വെസല് ഒറ്റയ്ക്ക് കഴുകണം. പവർ റൂമിൽ കയറിയതിന് റോക്കി ഒറ്റയ്ക്ക് ഫ്ലോർ ക്ലീനിങ് ചെയ്യണം 2 ദിവസം. വാദിയും പ്രതിയായ അവസ്ഥയാണ്. അപ്പോ സിജോ നല്ലത് കൊടുത്തു നമ്മുടെ ഹണിമൂൺ കപ്പിൾസിന്. നിന്റെ വീട്ടുകാർ ഇത് കാണുമ്പോൾ അവരും ഇത് തന്നെ പറയുമ്പോഴാ ഗബ്രി എന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു. വാഴ വിഴുങ്ങി നീയൊക്കെ ഇവിടെ കിടന്ന് മെഴുകും എന്നും പറഞ്ഞു. എന്റെ പൊന്ന് സിജോ ബ്രോ, ഇങ്ങനെയുള്ള തറവർത്താനം പറയാതിരുന്നാൽ നിങ്ങൾ സെറ്റാണ്. അതെനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. വെളിയിലെ ഗബ്രിയും ജാസ്മിനും നല്ല രീതിയിൽ നെഗറ്റീവ് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സിജോ ഇങ്ങനെ ഒരു ഗെയിമിന് രാവിലെ തന്നെ ഇറങ്ങിയത്. റോക്കിയുടെ കൂട്ടുപിടിച്ച സിജോയ്ക്ക് 4 കാലേ ഉള്ളൂ, 10 നാക്കില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ടായിരുന്നു. അതൊരു സൈഡിൽ നടപ്പുണ്ട്. അപ്പോ റോക്കി ബൈ എൻട്രി ആണ്. നീയാണോ അവനാണോ ജാസ്മിൻ, അടിച്ചു നിന്നെ കവാലക്കുറ്റി പൊട്ടിക്കും എന്നൊക്കെ ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ കാലെടുത്ത് കയറ്റി വെച്ചു. രാവിലെ തന്നെ എന്തൊക്കെ കാണണം എന്റെ പൊന്നോ. ബിഗ് ബോസ് നേരത്തെ മോർണിംഗ് സോങ് ഇട്ടപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീതു വരെ ഈ ഒരു വഴക്കിൽ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണോ? നിങ്ങൾ 2 പേരല്ല ഒരാളാണ്, ഒരേ ഡയലോഗാണ് നിങ്ങൾ 2 പേരും വേറെ രീതിയിൽ പറയുന്നത് എന്നാണ് ശ്രീതു പറയുന്നത്. സിജോയും റോക്കിയും പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്നും ശ്രീതു പറയുന്നുണ്ട് അവരുടെ കൂട്ടുപിടിച്ച്. നമ്മുടെ ശരണ്യ പുള്ളിക്കാരി വരെ ഈ ഒരു കേസിൽ റിയാക്ട് ചെയ്തു. ലാലേട്ടന്റെ മുന്നിൽ വരെ ഗബ്രിയും ജാസ്മിനും ഒന്നിച്ച് കൈ പിടിച്ചിരുന്നു എന്നൊക്കെയാണ് ശരണ്യ പറയുന്നത്. എല്ലാരും ഒരേപോലെ സൈ കിട്ടി ഇവരുടെ 2 പേരുടെയും ഈ ഒരു ഒത്തുകളി കണ്ടിട്ട്. ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെയാണ് അവിടെയുള്ള വേറെ എല്ലാവരും നിൽക്കുന്നത്. ഇവർ 2 പേരും പറയുമ്പോൾ മാത്രം ഇൻഡിവിജ്വൽസ് ആണ്. ഇല്ലാത്തപ്പോഴെല്ലാം ഗബ്രിയുടെ മൗത്ത് പീസ് ആവുകയാണ് ജാസ്മിന്റെ മൗത്ത് പീസ് ആവുകയാണ് ഗബ്രി. ശരണ്യ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ സ്പേസ് മിസ്യൂസ് ചെയ്യുകയാണ് എന്നത്. കറക്റ്റ് കാര്യമാണ് ശരണ്യ പറഞ്ഞത്. അവിടെയുള്ള എല്ലാവരും ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജി തകർത്ത് കളഞ്ഞു ഇവർ 2 ആഴ്ച കൊണ്ട്. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് അവിടെയുള്ള വേറെയുള്ള എല്ലാവരും കളിച്ചു ജാസ്മിനും ഗബ്രിക്കുമെതിരെ. പക്ഷെ ഇത് വേറുള്ളവര് കാണുമ്പോ എങ്ങനെ എടുക്കും എന്നറിയില്ല. അവർ 2 പേരും ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് അവർക്ക് പിന്തുണ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവർക്ക് നല്ല ഫാൻസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാവരും അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉള്ളവരാണ്. അവരെ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്, ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഹേറ്റേഴ്സിന്റെ വോട്ടുകൾ സ്വാഭാവികമായും ജാസ്മിനും ഗബ്രിക്കും മറിയും അവര് നോമിനേഷനിൽ വരുമ്പോൾ. അങ്ങനെയൊക്കെ ഒരുപാട് കളികൾ പുറത്ത് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ ഈ സീസണിലെ ദിൽഷ പ്രസന്നനാവാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കോർണറിംഗ് കാർഡാണ് ഇവിടെ 2 പേരും കൂടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 15 പേര് ഞങ്ങളെ കോർണർ ചെയ്തേ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡയലോഗ് അടി അറിയാമല്ലോ എന്താണെന്ന്. ഞാൻ കണ്ടിട്ട് അങ്ങനെ തോന്നിയതേ ഇല്ല എന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഇവരിങ്ങനെ ഒത്തു കളിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് ഇവർക്ക്. ജാസ്മിനും ഗബ്രിയും എന്നേലും അടിച്ചു പിരിയുന്ന ദിവസം അവിടെ ഉള്ളവരുടെ ഇൻഡിവിജ്വാലിറ്റി ഇവർക്ക് മനസ്സിലാവും. എന്തായാലും ബിഗ് ബോസ് ഈ സീസണിൽ മാറ്റി പിടിച്ചിട്ട് നല്ല ഫ്രഷ് സ്ട്രാറ്റജിയാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും കൂടി എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നമ്മൾ മറ്റേ സദാചാരനാവും.